Hi everyone, welcome back to our channel Adora in Frame. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലുള്ളൊരു പേപ്പർ റോസ് ഫ്ലവറിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇത് നമുക്ക് പേപ്പർ ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഡെക്കറേഷന് വേണ്ടിയിട്ടും അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നോർമൽ സാധാരണ പേപ്പർ വെച്ചാണ്, കളർ പേപ്പേഴ്സ് വെച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് കഴിയും, വളരെ ഈസിയാണ്, സിമ്പിളാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ. അപ്പോൾ ഇതിനു വേണ്ടി 4 വശവും ഒരേ അളവുള്ള പേപ്പറാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് 3 വട്ടം ഇതേപോലെ മടക്കണം. ഇതിപ്പോൾ ഒരു വട്ടം മടക്കി, 2 വട്ടം മടക്കി, ഈ മൂന്നാമതൊരു വട്ടവും കൂടി മടക്കിയതിന് ശേഷം പിന്നെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈസൊക്കെ നിങ്ങളുടെ എത്ര വലിപ്പമുള്ള ഫ്ലവർ വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് സൈസ് കൂട്ടിയെടുക്കാം. പക്ഷേ എടുക്കുമ്പോഴെപ്പോഴും 4 വശം ഒരേ അളവിലുള്ള പേപ്പർ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് മടക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി ചെയ്യാം. കഴിഞ്ഞു. ഇതിപ്പോൾ തുറക്കുമ്പോൾ ഈ ഒരു ആകൃതിയിലാണ്, കുറേ ഹാർട്ട് ഷേപ്പിൻ്റെ ഉള്ളൊരു ഫ്ലവർ മാതിരി. അപ്പോൾ ഇതിൻ്റെ ഇപ്പം 1 2 3 4 5 എണ്ണം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ആവശ്യമില്ല, ഒരു 3 4 എണ്ണം മതിയാവും. ഇതിപ്പോൾ ഇനി കട്ട് ചെയ്യുന്നതിലാണ് നിങ്ങൾക്ക് ഞാൻ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു പേപ്പർ എടുത്തിട്ട് ഇപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ഒറ്റ സൈഡ് ഇതിപ്പം കണ്ടില്ലേ, ഒരേ ഒരു പെറ്റൽ കട്ട് ചെയ്ത് കളയാം. ഒരെണ്ണത്തിൽ ഒരു പേപ്പറിൽ അങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അതിനുശേഷം ഒരെണ്ണം എടുത്തിട്ട് ഒരു കംപ്ലീറ്റ് ഹാർട്ട് ഷേപ്പ്, അതായത് 2 പെറ്റൽ കട്ട് ചെയ്ത് കളയാം. പിന്നെ ഒരെണ്ണം എടുത്തിട്ട് 3 പെറ്റൽ കട്ട് ചെയ്യുക. പിന്നെ ഒരെണ്ണം 4 പെറ്റൽ. അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. വെച്ച പേപ്പറിനകത്ത് നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമ്മുടെ ഒരു പെറ്റലിൽ ഇതേപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടും. അപ്പം നമ്മൾ ഫ്ലവർ ഉണ്ടാക്കി ഇതുപോലത്തെ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റാണ് ഫ്ലവർ മേക്ക് ചെയ്യുക. അപ്പം നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന എല്ലാം ഇതുപോലെ തന്നെ ഗം അപ്ലൈ ചെയ്തിട്ട് ഈ ഷേപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊണ്ടുവരാം. ഒരു കോണാകൃതി, നമ്മുടെ ഒരു കോണിൻ്റെ ആകൃതിയിൽ ഒട്ടിച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പം ഞാൻ അവസാനത്തെ പെറ്റലും അറ്റാച്ച് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും നടുവിൽ ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലവർ മേക്കിംഗ്. വളരെ മനോഹരമായിട്ടില്ലേ. അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.